മിക്സിംഗ് പരിപാടിയാണ് ഇവിടെ. ഇവിടെ ഒരു ആദർശികമായിട്ടുള്ള ജീവിനൊക്കെ കാണുന്നത്. ഇത് എന്താണ്? ഇത് മരത്തിന് കൈയും കാലും വെച്ചതോ? ഒരു വടിയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാട്ടുന്ന എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മതിലുമ നോക്കിയപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല ഞങ്ങൾക്ക്. പക്ഷേ ഒരാൾ ഹലോ ഗൈസ്, ഇന്ന് 19-ാം തീയതിയാണ്. ഇവിടെ ഇന്ന് 19-ാം തീയതിയാണ് ബുധനാഴ്ച. പക്ഷെ ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല. +1 തേർഡ് അലോട്ട്മെൻറ്റ് ആയിട്ട്. അപ്പം ഇന്നൊരു സ്റ്റഡി ബ്ലോഗ് ചെയ്യാൻ ചോദിച്ചു. കുഞ്ഞാറ്റ എന്തേ പറയണ്ടോ? പറയ്, എന്തേ പറഞ്ഞോ? നല്ലതാ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്കൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഇന്നലെ കുറച്ച് പഠിച്ചു വെച്ചിരുന്നു. എന്തായിരുന്നു കെമിസ്ട്രി, ഏതാണെന്ന് നോക്കട്ടെ, ഹൈഡ്രോ കാർബൺസ് ആണ്. അത് കുറച്ച് റിവൈസ് ചെയ്യാണ്ട്, അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാണ്ട്. അപ്പോൾ ആദ്യം അതൊന്നും റിവൈസ് 10 മണിയായി. ഇന്ന് നീക്കാൻ നേരം വൈകി പോയി. സ്കൂളിലത്തെ അത്യാവശ്യം ഉറങ്ങും. 8:30 ഉറങ്ങി. അതാണ് സീൻ കിട്ടിയത്. അപ്പോൾ എന്തായാലും തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 10:45 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിവൈസൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് എന്ത് കാണുന്നു നോക്കിക്കാണ്. അപ്പോൾ ഗൈസ് അടുത്ത സൊല്യൂഷനിലെ പാർട്ട് 3 കാണാൻ വിചാരിച്ചു. പാർട്ട് 1ഉം 2ഉം കണ്ടു കഴിഞ്ഞാണ് പാർട്ട് 3 കാണാൻ വിചാരിച്ചു. അപ്പോൾ നേരെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് കാണില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല വെയിലുണ്ട്. മഴ ഇന്നലെ സ്കൂളിൽ പോകുമ്പോൾ മാത്രം നല്ല മഴ. സ്കൂളില്ലാത്ത ദിവസം ഒരു മഴയില്ല. ഒരുമാതിരി പന്ന പരിപാടി. എന്നിട്ട് അപ്പോൾ നമ്മൾ നേരെ തുടങ്ങാൻ പോവാണ്. ഇങ്ങോട്ടേക്ക് എന്ത്? അപ്പോൾ തുടങ്ങാണ്. അപ്പോൾ ഗൈസ് കറക്റ്റ് 1 മണിയായപ്പോൾ തന്നെ പാടൊക്കെ തീർത്തു. ഞാൻ മൂന്നാമത്തെ പാർട്ട് തീർത്തു. അത്യാവശ്യം കുറേ നോട്ടൊക്കെ ചെയ്താണ്ടിരുന്നു ഞാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു അരമണിക്കൂറിൻ്റെ ബ്രേക്കൊക്കെ എടുക്കേണ്ടിയിരുന്നു. അതിനോണ്ട് തന്നെ കയ്യില വിചാരിച്ചിരുന്നു. പിന്നെ 1.5x ഇട്ടുണ്ട് കണ്ടു. ഒരു ടിപ്പ് പറഞ്ഞുതരാം ഞാൻ എല്ലാവർക്കും. വേണമെങ്കിൽ കുറേ ക്ലാസ്സസൊക്കെ പെൻഡിങ് ഉള്ളവർക്ക് വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും 1x ഇട്ടിട്ടാണെങ്കിൽ, നോർമലിൽ ഇട്ടിട്ടാണെങ്കിൽ കാണുന്നത്, എല്ലാവരും ഒരു 1.5x ഇട്ട് കാണാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയും. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടെത്തിയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. ചിലവർ നല്ല സ്പീഡിലൊന്നും പറയാം. 1.5x ഇട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തോന്നുക. പക്ഷേ കുറച്ച് മെല്ലെ പറഞ്ഞ പോലത്തൊക്കെ 1.7x 2x മാക്സിമം ഇടാൻ നോക്കരുത്. ഫസ്റ്റ് ക്ലാസ് തന്നെ കാണുമ്പോൾ 2x ഇടാൻ നോക്കുക. ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ കുറച്ച് മെല്ലെ കാണുക. അല്ല 2x ഇട്ടാൽ ഒന്നും മനസ്സിലായി പിന്നെയും കണ്ടിരും. അതുകൊണ്ട് 1.5x ഇട്ടിട്ട് നോട്ടൊക്കെ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് എഴുതുക. അങ്ങനെയൊക്കെ ഒരു ടിപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ 3000 പോവാണ്. 3K പോവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബ്രേക്ക് എടുക്കാൻ പോകണതാണ്. ചോറിനുണ്ട്. പിന്നെ 1 മണി കഴിഞ്ഞൊരു എത്ര മണി വരെ ബ്രേക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആലോചിക്കേണ്ടി വരും. എന്തായാലും ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് ഏകദേശം 2:50 3 മണി ആവാനായിട്ടുണ്ട്. നല്ല രീതിയിൽ നേരം വൈകി നിൽക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടി. കോയിനെ പിടിച്ച് വിൽക്കാണ്ടിരുന്ന വിറ്റപ്പോൾ ആൾ വാങ്ങിയില്ല. അപ്പം അങ്ങനെ കുറേ ടൈം പോയി. പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഫ്രഷായി ഒക്കെ കൂടി 1 മണിക്കൂർ ഇറങ്ങിയ ബ്രേക്കാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റും ബ്രേക്കായിപ്പോയി. കുറച്ച് വലിയ ബ്രേക്കാണെന്നറിയാം. ഇനിയിപ്പം എന്താ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു ചലഞ്ച് ഉണ്ട് കേട്ടോ, ഒരു അടിപൊളി ചലഞ്ച്. അതിന് ഈ വീഡിയോയ്ക്ക് ഒരു 118 ലൈക്കിൻ്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ ആ ചലഞ്ച് നമ്മൾ ഉറപ്പായും ചെയ്തിരിക്കും. നമ്മളല്ല ഞാൻ. ചെറിയ ചലഞ്ച്, ചെറുതല്ല, അത്യാവശ്യം പണിയുള്ള ചലഞ്ചാണ്. എന്തായാലും അപ്പോൾ പറയുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ. ഇപ്പം ഇനി നമ്മളെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിവിഷനാണ്. +1 ടോപ്പിക്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം. 1 ഷോട്ട് കിട്ടുമോ നോക്കണം. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു. മാത്സും കഴിഞ്ഞു, ഫിസിക്സും കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു. ഫിസിക്സ് കുറച്ച് ബാക്കിയുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവില്ല. അതിനോട് ഞാൻ നോക്കില്ല. അതിനോട് ഇനി റിവിഷനുള്ള ടൈമാണെന്ന്. റിവിഷന് യൂട്ടിലൈസ് ചെയ്യാം. എന്തായാലും എന്താണ് ആലോചിച്ച് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുന ജയ് എന്ന് പറഞ്ഞിട്ടൊരു ഫിസിക്സ് വാലേൻ്റെ ഒരു ബാച്ച് ഉണ്ട്. അതിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ ക്ലാസ്സാണ് കാണാൻ പോകുന്നത്. 1 ഷോട്ടാണ്. ഒറ്റ ഷോട്ടിൽ 3 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. ഒരു 2x ഇട്ടിട്ട് കാണാനാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ടിരുന്നത്. എനിക്ക് അപ്പോൾ അധികം എത്തിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഞാൻ എന്തെങ്കിലും നോട്ട് കയറിച്ചിരുന്നു. എന്തായാലും 1 ഷോട്ട് കണ്ടോക്കട്ടെ.
അപ്പോൾ ഗൈസ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. അങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റ് വാങ്ങിയിട്ട് കുറച്ച് വലുതുണ്ടായിരുന്നു. എത്ര കട്ടിയൊക്കെ ഉണ്ട് കാണിച്ചിട്ടാണ്. അപ്പോൾ ഇത്ര ഏകദേശം നല്ല കട്ടിയൊക്കെ ഉണ്ട്. അതിപ്പോൾ നോക്കിയപ്പോൾ ഒന്നും റെഡിയാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ പിച്ചിഞ്ഞ് മറ്റേ സ്റ്റാപ്ലർ ഇട്ട് ഒട്ടിക്കാൻ പോകണം. അങ്ങനത്തെ കുറച്ച് പണിയിലാണ്. അപ്പോൾ ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. നമുക്ക് അത്യാവശ്യമൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു യൂണിറ്റ് 10 ഡയമെൻഷൻസിൻ്റെ. കുറേ മുന്നേ പഠിച്ചാണെങ്കിലും അത്യാവശ്യം തോന്നാൻ റിവൈസ് ചെയ്ത് ഈ ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമുക്ക് നല്ല മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ പണിയിലാണ്. ഇത് ചെറുതായിട്ട് ഹൈപ്പർ ലാപ്സിൽ വെച്ചോട്ടെ. അപ്പോൾ സ്റ്റാപ്ലർ അടക്കേണ്ട ഐഡിയ ഞാൻ വിട്ടു. ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് എത്തിയിട്ടുള്ളത്. ചട്ട ഉണ്ട്, പരീക്ഷ എഴുതുന്ന ചട്ട. അതുമേ കുറേ പേജാക്കി വെച്ചിന്. അപ്പോൾ ആദ്യത്തെ പേജ് മാത്രം ഇങ്ങനെ എഴുതി കഴിഞ്ഞ് മറ്റേ സീക്ക് എഴുതണം, അങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക. എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ നേരെ ബാക്കിലേക്ക് വെക്കുക, ബാക്കിയുള്ള എഴുതുക. എന്നിട്ട് ഒരു ചാപ്റ്റർ എപ്പോഴാണ് തീരുന്നത് അത് സ്റ്റാപ്ലർ അടിക്കുക, അല്ലെങ്കിൽ നൂലിനോട്ട് കിട്ടുക, അങ്ങനെ തീർക്കുക എന്നാണ്. അതാകുമ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ ആയിട്ട് നോട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള എടുത്താൽ മതി. ആദ്യത്തെ ചാപ്റ്റർ എന്തായാലും ഇങ്ങനെ കിട്ടുക. അടുത്ത ചാപ്റ്റർ നമുക്ക് മേലെ ഹെഡിങ് ഒക്കെ കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഹെഡിങ് ചെറുതായിട്ട് കൊടുത്തില്ല. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ PW ഫിസിക്സ്. അതന്നെ ഹിന്ദി ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ അത്യാവശ്യം മനസ്സിലൊക്കെ ഉണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായതാണ്. അതിനോണ്ട് തന്നെ കുഴപ്പമില്ലാതെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നിശ്ചിത രീതിയിൽ ചെയ്യാൻ കഴിയും. ഞാൻ അധികം കുറച്ചൊക്കെ ഇംഗ്ലീഷ് തന്നെ പറയുന്നത്, കുഴപ്പമില്ല. അപ്പം ഇനി ബാക്കിയുള്ള നോക്കണം. എന്തായാലും തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും, മോട്ടർ അടിക്കാൻ പോകണം താഴ്ത്തിക്ക്. ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ താഴ്ത്തിക്ക് വരുന്നു, ഈ വീഡിയോയിൽ താഴ്ത്തിക്ക്. ഇപ്പോൾ ഒരു വടിയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ചിലപ്പോൾ കാട്ടുന്ന എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഈ കാക്കുഞ്ഞിൻ്റെ ഒച്ച ഞങ്ങൾക്ക് നല്ല കേൾക്കാൻ മതിയാവും. ഇത് എന്താണിത്, ഒരെണ്ണം തന്നെ മതി നല്ല ഒച്ചയ്ക്ക്. എന്തായാലും താഴത്തെത്തട്ടെ. ഇവിടെ എത്തിയിട്ടുണ്ട്. മോട്ടറൊക്കെ ഓണാക്കിന്. ഇവിടെയൊക്കെ നല്ല കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിരുന്നു, വെറുതെ കാണിക്കുന്നു. ഇവിടെയാണ് കേട്ടോ താഴത്തൊരു കുളം എന്ന് പറഞ്ഞാൽ. അവിടെയാണ്, കാണാൻ കഴിയില്ല ആദ്യമൊന്നും, കാട് പിടിച്ചെടുക്കുന്നു. അതുകൊണ്ട് അവിടെയാണ്. ഇനി എന്തായാലും എത്തിയിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടേക്ക് കുറച്ചൊരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ നേരം കുത്തിരിക്കണം. മോട്ടർ അടിച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ചെയ്യും. പക്ഷെ ഇനിയുണ്ട് ക്ലാസ് കുറേ ക്ലാസ് കുറച്ചും കൂടി ഉണ്ട്. ഒരു മണിക്കൂറും കൂടി ഉണ്ടാവും. ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂറിനും ഉണ്ട്. എന്തായാലും തീർക്കണത്. ക്വസ്റ്റ്യൻസാണ് മാക്സിമം നോക്കുന്നത് ഞാൻ. ഇപ്പോൾ ഒക്കെ പഠിച്ചതായതുകൊണ്ട് അധികമൊക്കെ അറിയാം. എന്തായാലും വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 5:40 കുറച്ച് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ ഫോണിലാണ് പഠിക്കാൻ പോകുന്നത്. ലാപ്ടോപ്പ് മാറ്റിച്ചു. നെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ആവുന്നുണ്ട് നെറ്റ്. അതിനോട് തന്നെ ഇപ്പോൾ ഫോണിലാണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ വല്ലാതൊന്നും ഇല്ല ഹൈപ്പർ ലാബ്സിലൊക്കെ. ഹൈപ്പർ ലാബ്സിൽ വെച്ചിട്ട് വലിയ ഇതൊന്നും ഇല്ല, എന്നാലും തുടങ്ങി. അപ്പോൾ ഗൈസ് 6:15 കുറച്ചൊക്കെ എഴുതി. ഇനിയുണ്ട് ഏകദേശം 1 മണിക്കൂർ ബാക്കി. ഇനി നമുക്ക് 7 മണിക്ക് നോക്കാം. അപ്പോൾ ബ്രേക്ക്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 7:00 ഇന്ന് ബ്രേക്കിന് നമ്മൾക്ക് കയറാൻ കഴിഞ്ഞില്ല. ബ്രേക്കിന് പറഞ്ഞ പോലെ ഒന്നും കയറാനില്ല. അപ്പോൾ ഇവിടെ വേറൊരു പരിപാടിയിലാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ചിക്കനാണിത്, മന്തി ഉണ്ടാക്കാൻ പോകണം നമ്മ. അതിക്ക് എന്തേ പറയണ്ടോ? അച്ചമ്മയ്ക്ക് എന്തേ പറയണ്ടോ? അമ്മയ്ക്ക് എന്തേ പറയണ്ടോ? ഞാൻ ഏതായാലും ഉണ്ടാക്കി കേട്ടോ, കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയണ്ടേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. അതത്രേ ഉള്ളൂ. അമ്മ അപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. റൈസ് വേറെ സ്ഥലത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് മന്തിൻ്റെ റൈസ് ഇവിടെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ പഠിത്തം ക്യാൻസൽ ആയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങും. അപ്പോൾ ഗൈസ് ഇതാണ് റൈസ് വടച്ചിക്കാണ്. വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിക്കാണ്. ഇനി കഴിഞ്ഞിട്ടുണ്ട് വെക്കും. ഇത് നമ്മൾ ഷെഫിൻ്റെ ചാനലൊന്നുമില്ല, എന്നാലും വെറുതെ പറയുന്നേ ലെങ്ത് കൂടാൻ. അതാ മുട്ട 5 മുട്ട ഉണ്ട്. ഇത് മയോണൈസ് ഉണ്ടാക്കാനാണ്. നമുക്ക് നോക്കണം എന്തായാലും. അപ്പോൾ ഗൈസ് ഇനി ചിക്കനൊക്കെ ആയിട്ട് കാണാം.
ഇതൊക്കെ ഏതാ ഉണങ്ങി നാരങ്ങയുണ്ട്, കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ റൈസ് ഇട്ടാറുള്ളതാണ്. ക്യാപ്സിക്കം പൊടിച്ചിട്ട് കൊടുക്കുകയാണ് വെറുതെ ഒന്നല്ല. ഇത് കാണാതെയും കുറച്ച് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഫുള്ളിട്ടോളി ഫുള്ള് ഇട്ടിട്ടുണ്ട്. കുഞ്ഞാറ്റിക്ക് എന്ത് പറയണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ അത് അത്ര ഉള്ളൂ എന്ന് പറഞ്ഞു. സൂപ്പർ. ചിരിക്കിരി. അതൊക്കെ അത്ര ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ. മിക്സിങ് പരിപാടിയാണ് ഇവിടെ. മിക്സിംഗ് ആണ്. നല്ല ടേസ്റ്റ് ആണെന്നാണ് ആവശ്യപ്പെടുന്നത്. അവിടെ വെള്ളം തിളച്ച് മിക്സ് ചെയ്തിട്ട് ഇനി 1 മണിക്കൂറത്തേക്ക് ഫ്രഷ് ആക്കണം. അല്ല എടുത്ത് വെക്കണം, റെസ്റ്റ് ആക്കണം. കിട്ടില്ല. അപ്പോൾ ഗൈസ് അടച്ചേക്കാൻ പോവാണ്. അടച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റിക്ക് വെക്കാൻ പോവാണ്. അങ്ങനെ പറയരുത്. അപ്പോൾ നമ്മൾ ഇനി റെസ്റ്റ് ഫ്രിഡ്ജിക്ക് വെക്കല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ഷെഫിങ് ചാനലാക്കാൻ പോവാണിത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറുമെന്ന് അറിയില്ല. കയറില്ല. അപ്പോൾ ഗൈസ് ഫ്രിഡ്ജിക്ക് വെക്കാണ്. ഫ്രിഡ്ജിൽ ഒതുങ്ങും അറിയില്ല. ഗൈസ് ഇവിടെ ഒരു ആദർശികമായിട്ടുള്ള ജീവിനൊക്കെ കാണുന്നത്. ഇതെന്താണ്? ഇത് മരത്തിന് കൈയും കാലും വെച്ചതോ? ഇതിന് കണ്ണൊന്നും കാണില്ല, പക്ഷെ നടക്കുകയൊക്കെ ചെയ്യുന്ന തോന്നുന്നേ. അത് നടക്കുമോ? കണ്ട നടക്കുന്നേ. ഇതിൻ്റെ വായത് ഇവിടെ എന്താണ് ഗൈസ് ഇത്? ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. അറിഞ്ഞൂടാ ഇതെന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ? കണ്ടോ പിടിച്ചു നോക്കി, കണ്ടോ വലിയ കണ്ടോ ചുമരുമയ്ക്ക് ചോട്ടെ ഗൈസ്. കണ്ടോ ജീവനുണ്ട് സത്യം പറഞ്ഞാ. വിട്ടാ പോകും. പുൽച്ചാടി ഒന്നല്ല, അതെന്താ മരമായിട്ട് കണ്ടോ നിക്കണോക്കി. ഇതിന് കണ്ണെവിടെയാന്നും കൂടി ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ണെവിടെയാന്ന് ഇപ്പോഴും കണ്ടില്ല ഞാൻ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ മന്തി റൈസൊക്കെ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ജീവിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണ് കാണാൻ കഴിയും നിങ്ങൾക്ക്. ഇതാണ് ഫോക്കസ് ആവും. കണ്ടോ കണ്ണ് ചെറുതായിട്ട് കാണാം. കൈ പൊന്തിച്ചിന്. അങ്ങനെയൊക്കെ. ഈ ജീവൻ്റെ ചുണ്ടുണ്ടെങ്കിൽ കൊക്കിൻ്റെ ചുണ്ട് വരുത്തേ. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എന്തൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്. വംശനാശം പിടിക്കുന്ന സാധനങ്ങളാണ്. ഇതിനൊക്കെ നമ്മൾ വളർത്തണം. നമ്മൾ കാണുകയാണെങ്കിൽ നല്ല സ്ഥലത്ത് കൊണ്ടുപോയിടണം. ദൂരേക്ക് അയക്കരുത്, നല്ല സ്ഥലത്ത് കൊണ്ടുപോയിടണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഗൈസ്. ഇത് മന്തി ഇതവിടെ ചൂടാവുണ്ട്. നല്ല തിളക്കുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഇവിടെ മതിലുമ്പോൾ നോക്കിയപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല നിങ്ങൾക്ക്. പക്ഷേ ഒരാളുണ്ട് ഇവിടെ, കണ്ടോ? ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിന്. ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. 2 മിനിറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മേലോട്ട് പോയിട്ട് മേലേക്ക് കുറച്ചുണ്ട്, അവിടേക്കൊക്കെ പോയിക്കോളും. നല്ലൊരു വംശനാശം പിടിക്കാതെ ഉണ്ടാവും പ്രതീക്ഷിക്കുക ഇവിടെ. ഇതാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ വരാം. ഇവിടെ കണ്ണ് കാണാം. അയ്യോ ആണെങ്കിൽ ഗൈസ്. അപ്പോൾ ഗൈസ് കുഞ്ഞാറ്റതാ പാത്തുമ്മേൻ്റെ ആട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ആടിൻ്റെ വേഷത്തിൽ കുഞ്ഞാറ്റേ എന്ന് പറഞ്ഞാ എന്നറി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അബ്ബ എന്നറി. അബ്ബ എടുത്താ അബ്ബ. സൂപ്പർ എന്ന് പറഞ്ഞാ സൂപ്പർ. ഓക്കെ. അപ്പോൾ ഗൈസ് യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ടി വിയിലാണ് കാണുന്നത്. ഇത് മീൻ കടലിൽ നിന്ന് പിടിക്കണതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ചിക്കൻ ഒന്ന് പൊന്തിച്ച് നോക്കാം. ശേത മോനെ സീൻ സാധനം കേട്ടോ. ഇപ്പോൾ കുറേ വെള്ളമൊക്കെ ഇറക്കിന്. അത് നമ്മൾ വെള്ളം കോരിയെടുത്ത് മന്തിയിൽ വയ്ക്കും. റൈസ് അവിടെ സെറ്റ് ആയി കാണിച്ചു തരാം. ചോറ് ഇതാ കുറച്ച് നല്ല ചൂടുണ്ട്. അപ്പോൾ 1 കിലോ ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ. അത് ഇത്രയും ഉണ്ട്. ഇത് നിറച്ചുണ്ട്. ഇത് നമ്മൾ ഇറച്ചിയിൽ ദമ്മാക്കാനുള്ളതാണ്. അപ്പോൾ കാണാൻ നീ. അപ്പോൾ ഗൈസ് ഇവിടെ മയോണൈസ് ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. സുർക്ക ഇനി ഓയിൽ വയ്ക്കണം. അപ്പോൾ ഗൈസ് ഓയിൽ വയ്ക്കുകയാണ്. ഗൈസ് മന്തി ഇനി ദമ്മാക്കാൻ പോവാണ്. ഇതിട്ടിട്ട് കുറച്ചുകൂടെ കോരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ദമ്മാക്കാണ്. ഇത് ഇങ്ങനെ തിരിച്ചേക്കണം. അപ്പോൾ ഗൈസ് ദമ്മ് മന്തി അത്യാവശ്യം കുറേ സാമ്യാണ്. ദമ്മാക്കിയിട്ട് ഇത് നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം ഫുള്ളായിട്ട് വയ്ക്കില്ലേ, കുറേ സ്ഥലത്തായിട്ട് വയ്ക്കുക. മഞ്ഞപ്പൊടി വയ്ക്കുകയാണ്. വിച്ചോളി ഇവിടേക്ക്.
മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മതി മതി മതി. ഇനി ഇത് ഒഴിച്ചോളി. ഇത് മറ്റേ ദമ്മിൻ്റെ കുറച്ച് എടുത്ത് വെച്ചിരുന്നു, അതും കൂടി വയ്ക്കുന്നുണ്ട് മേലെ കൂടെ. അയ്യോ ഇവിടെ കഴിച്ചില്ലല്ലേ, അങ്ങോട്ട് മാറ്റിച്ചാൽ മതി. അപ്പോൾ ഗൈസ് ഇവിടെ ദമ്മാക്കിയിട്ടുണ്ട് നമ്മൾ. വേറൊരു സ്റ്റീലിൻ്റെ കവർ തന്നെ എന്താ മറന്നുപോയി, കുരുമുളക് ഇടാൻ മറന്നുപോയി, മുളക് ഇടാൻ മറന്നുപോയി. അത് ഇനി എന്തായാലും അത് കഴിഞ്ഞിട്ട് ദമ്മാക്കിയിട്ട് നമ്മൾ തോർത്തുണ്ടിനോട് ചുറ്റിച്ചിക്കാണ്. 10 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാണ്. 10 മിനിറ്റത്തേക്ക് ഞാൻ ആയിട്ട് കാണാം നമുക്ക്. അതിൽ ഗൈസ് ഇതാണ് ഇപ്പോൾ അവസ്ഥ. അതിൻ്റെ കരി കിട്ടിയിട്ട് നമ്മൾ ഇതാണ് ഇളക്കാണ് നമ്മൾ മന്തി. നല്ല നല്ല ആടാ മന്തിൻ്റെ വാസന. നല്ല വാസനുണ്ട്. ഒന്നായിട്ട് ഇളക്കാണ് ഇപ്പോൾ ഗൈസ്. ചിക്കൻ തരാൻ അടി കണ്ടില്ല, അത്രയ്ക്കുണ്ട് മന്തി. ഓ ചേച്ചാതി ചൂട് നാരങ്ങ എടുത്ത് മാറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ് മന്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതാ എൻ്റെ പ്ലേറ്റിൽ ഇതാ. ഞാൻ കുറച്ച് നീറ്റ് എന്നിട്ട് വീഡിയോ എടുത്തരാം. മയോണൈസ് ഇതാ പാല് മാരിയാണ്, അത്ര കട്ടിയില്ല. 3 മുട്ട വെച്ചിന് നിത്യകൃഷ്ണയാണ്, അത് കുഞ്ഞാറ്റയ്ക്ക് ഇട്ട് കൊടുത്താണ്. അടിപൊളിയാണ്. തിന്നോക്കിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇനി തിന്ന് കഴിഞ്ഞിട്ട് കാണാം. ചിക്കനൊക്കെ ഉണ്ട്, 1/2 കിലോ ചിക്കൻ ഉണ്ട്. ചിക്കൻ കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് 10 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 7 മണിക്ക് തുടങ്ങാൻ വിചാരിച്ചിരുന്നു പഠിത്തം. പക്ഷേ ഇന്ന് മന്തി ഉണ്ടാക്കലിൽ പെട്ടുപോയി. ഞാൻ തന്നെയാണ് പറഞ്ഞത് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അടിപൊളി. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. കുറച്ച് ലെങ്ത്തായി പോയിന് വീഡിയോ അറിയാം. എന്നിട്ട് കുറച്ചൊക്കെ ഇനി കട്ടയൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇനി തുടങ്ങാൻ പോകണം. ഫിസിക്സ് വളരെ 1 മണിക്കൂറിൻ്റെ ബാക്കിയുണ്ട്. ഇനി എന്തായാലും ഹൈപ്പർ ലാബ്സിലൊക്കെ ഇല്ല, വെറുതെ ഇനി ലെങ്ത്ത് കൂട്ടാൻ താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ തുടങ്ങുകയാണ്. ഇനി ഒരു 11:30 വരെ പഠിക്കും. നാളെ സ്കൂളിൻ്റെ അറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ തുടങ്ങി. അപ്പോൾ ഗൈസ് ഏകദേശം 12 മണി കഴിഞ്ഞു. സലീം സാറാണ് സാറെ പേര്. അടിപൊളി ക്ലാസ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. കുറേ ക്വസ്റ്റ്യൻസാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഇവിടെ കാണാൻ പറ്റും. എഴുതിയ നോട്ടാണ് ഇതാ. ഫസ്റ്റ് ഇങ്ങനെ എഴുതി, അത് കൊളായി എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ അയച്ചത്. ഇങ്ങനെ അയക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എഴുതാൻ കഴിഞ്ഞിട്ട് ഒരു വര വരച്ചിട്ട് എഴുതി. അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ ഇതിൽ ഈ ബോർഡിലൊക്കെ ചെയ്തു. ഞാൻ അതിൽ വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചെയ്തു. ഇപ്പോൾ അവസാനിക്കുകയാണ്. ഉറക്കം തൂങ്ങിയിട്ട് വയ്യ. എന്താവും നല്ല എഡിറ്റൊക്കെ ചെയ്യാണ്ട്. എല്ലാവരും ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതിന് പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നവരെ എല്ലാവർക്കും